തന്നെ ഇനിയും ദ്രോഹിക്കരുത്. തന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് നിങ്ങൾ ദ്രോഹിക്കുകയാണ്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം. ദയവ് ചെയ്ത് കരഞ്ഞുകൊണ്ട് സജ്നയുടെ വീഡിയോ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത് എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു സജ്ന മൂന്നാമത് ഗർഭിണിയാണ് എന്നുള്ള വാർത്ത. അത് സജ്നയുടെ അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അതെല്ലാം വിശ്വസിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. സജ്ന മൂന്നാമത് അമ്മയാകുന്നു എന്ന സന്തോഷ വാർത്ത ഏറ്റെടുത്തുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് സജ്നയുടെ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ വന്നത്. അത് താൻ പോസ്റ്റ് ചെയ്തതല്ല എന്നും തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തവർ അത് പോസ്റ്റ് ചെയ്തതാണ് എന്നും തനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നും തനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ സജ്ന പറയുന്നത്. തന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനും നാണം കെടുത്തുവാനും വേണ്ടി ചിലർ മുതിർന്നു നിൽക്കുകയാണ്. അവർ ചെയ്തതാണിതെന്നും അതുകൊണ്ട് തനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നുമാണ് ഇപ്പോൾ സജ്ന പറയുന്നത്. അതിലൂടെ തന്നെ സജ്നയെ വിശ്വസിച്ച് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഹാക്ക് ചെയ്തവരെ കണ്ടുപിടിക്കാനാണ് അറിയിക്കുന്നത്. ഹാക്ക് ചെയ്തവരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണോ സജ്ന? വേഗം കണ്ടുപിടിക്കൂ, അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരൂ. ഇതാണ് എല്ലാവരും ഇപ്പോൾ സജ്നയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. പ്രേക്ഷകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരെല്ലാവരും ഇപ്പോൾ സജ്നയുടെ വാക്കുകൾ തന്നെയാണ് കേൾക്കുന്നത്. ഗർഭിണിയാണെന്ന് അറിയിച്ചുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന വീഡിയോ നീക്കിയ ശേഷം വിശദീകരണവുമായി സജ്ന നൂർ എന്ന സ്വന്തം അക്കൗണ്ട് തിരിച്ചെടുത്ത് വന്നിരിക്കുകയാണ് താരം. തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് സജ്ന പറയുന്നു. എൻ്റെ കുറച്ച് വിവാദ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസും കാര്യങ്ങളും വച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് വളരെയധികം കിട്ടിയ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിരുന്നു. എങ്ങനെയാണ് എന്നറിയില്ല, തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ന്യൂസ് കണ്ട് ഫ്രണ്ട്സ് കുറേ പേർ മെസ്സേജ് ചെയ്തു. കൺഗ്രാറ്റുലേറ്റ് ചെയ്തപ്പോൾ കാര്യം തിരക്കി. അപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോകൾ ഇട്ടത്. അപ്പോഴാണ് ഞാൻ വിവരങ്ങൾ എടുത്തത്. പാനിക്കായി എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ശാലുവിനെ വിളിച്ചു. അവൾ നോക്കിയിട്ടും അവൾക്കും തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്തെടുത്തതാണിത്. ആ പോസ്റ്റും കാര്യങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കല ചെയ്യരുത്. കേസ് വഴി തന്നെ താൻ മൂവ് ചെയ്യും. ഇനി ഇത് ക്ഷമിച്ചു കൊള്ളാൻ എനിക്കാകില്ല. ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകില്ല എന്ന സജ്ന കൂട്ടിച്ചേർക്കുന്നു. നിയമപരമായി തന്നെ പോരാടും എന്നതും തന്നെ മോശമായി പരാമർശിക്കാൻ നോക്കിയപ്പോൾ പോലും നല്ല രീതിയിൽ എടുത്തവർ ഒരുപാട് പേരുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും തനിക്ക് സംഭവിക്കുകയാണെങ്കിൽ താൻ സ്വന്തം വീഡിയോ ആയി വന്ന് പറയും എന്ന് തന്നെയാണ് ഇപ്പോൾ സജ്ന കുറിച്ചിരിക്കുന്നത്.